ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തമിഴ്നാട്ടിൽ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്നതിലുപരി ഒരു മലയാളം സിനിമയ്ക്ക് സ്വപ്നം കാണാവുന്നതിലും അപ്പുറമുള്ളൊരു കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. 60 കോടിയിലേക്ക് തമിഴ്നാട് കളക്ഷൻ കടക്കുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ കളക്ഷൻ ഇനി സമീപകാലത്ത് ഏതെങ്കിലും ഒരു മലയാളം സിനിമ മറികടക്കുമോ എന്നത് നിലവിൽ ചിന്തിക്കാവുന്നതിനേക്കാൾ അപ്പുറമാണ്. എന്തായാലും മഞ്ഞുമൽ ബോയ്സിന്റെ തരംഗത്തോടെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഇനി മലയാളം സിനിമകൾക്ക് സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം പ്രേമലു എന്ന സിനിമയുടെ 7 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ അത് വീണ്ടും ഒരിക്കൽ കുടിശ്ശേരിവയ്ക്കുകയാണ്. സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയ്, കറക്കത്തിനിടയിൽ വല്ലപ്പോഴും സിനിമകൾ ചെയ്യുന്ന അജിത്ത്, വർഷത്തിൽ 1-2 സിനിമകൾ മാത്രം പ്രതീക്ഷിക്കാവുന്ന കമൽഹാസൻ, രജനികാന്ത്, സൂര്യ എന്നീ നടന്മാരെ മാത്രം പ്രതീക്ഷിച്ച് തമിഴ്നാട് ബോക്സ് ഓഫീസ് നിലനിൽക്കില്ല എന്ന് നിലവിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിന് നന്നായിട്ട് അറിയാമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തമിഴ്നാട് ബോക്സ് ഓഫീസിന് അന്യഭാഷാ സിനിമകൾ അവിടെ തരംഗമാകേണ്ടത് വലിയൊരു ആവശ്യമായിട്ട് അവർക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലയാളം സിനിമകൾക്ക് ഇനിയും സാധ്യതയുണ്ട് എന്നൊരിക്കൽ കൂടി എടുത്തു പറയട്ടെ. അപ്പോൾ മഞ്ഞുമൽ ബോയ്സിനും പ്രേമലുവിനും ശേഷം ഇനി തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചലനം ഉണ്ടാക്കുമെന്ന് നിലവിൽ നാം പ്രതീക്ഷിക്കുന്ന 3 സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അതിലൊരു സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അത് പൃഥ്വിരാജ് നായകനെ എത്തുന്ന ആടുജീവിതമാണ്. ഇതിനോടകം തന്നെ തമിഴിലേക്കെല്ലാം തന്നെ ആടുജീവിതം നോവൽ തർജ്ജമ ചെയ്ത് കൂടുതൽ തമിഴർക്കെല്ലാം തന്നെ അറിയാവുന്ന ഒരു നോവലായിട്ട് ആടുജീവിതം നേരത്തെ തന്നെ മാറിക്കഴിഞ്ഞതാണ്. പൃഥ്വിരാജ് ആണെങ്കിൽ അവിടെ സിനിമയ്ക്ക് നല്ലൊരു പ്രൊമോഷൻ എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ മികച്ച ഷോ കൗണ്ടെല്ലാം തന്നെ സിനിമ അവിടെ നേടിയെടുത്തിരിക്കുകയാണ്. ഇതിനോടകം തന്നെ കമൽഹാസൻ, സൂര്യ ഉൾപ്പെടെയുള്ളവരുടെ പ്രശംസ സിനിമ നേടിയും കഴിഞ്ഞിരിക്കുകയാണ്. പോസിറ്റീവ് നേടിയെടുത്താൽ അവിടുത്തെ സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനം നാം ഉറ്റുനോക്കുകയാണ്. രണ്ടാമതായിട്ട് തമിഴ്നാട്ടിൽ സാധ്യതയുള്ള സിനിമ അത് ഫഹദ് ഫാസൽ നായകനെത്തുന്ന ആവേശമാണ്. ചിത്രം ഒരു ബംഗളൂരു കഥയുമായിട്ടെത്തുന്ന സിനിമയാണെങ്കിലും തമിഴ്നാട്ടിൽ സാധ്യതയുണ്ട് എന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫഹദ് ഫാസൽ എന്ന നടനാണ്. കഴിഞ്ഞ വർഷത്തെ വിവാദ രാഷ്ട്രീയ തമിഴ് ചിത്രം മാമന്നൻ എന്ന സിനിമയിലെ വില്ലനായിരുന്നു ഫഹദെങ്കിൽ പോലും OTT റിലീസിന് ശേഷം നായകന് ലഭ്യമാകാത്ത കയ്യടികളെല്ലാം തന്നെയാണ് ഫഹദ് അന്ന് നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ തമിഴർക്ക് പരിചിതനായ ഫഹദ് ഫാസലിന്റെ ആവേശം എന്ന സിനിമ പോസിറ്റീവ് ലഭ്യമാകുകയാണെങ്കിൽ ചിത്രത്തിന്റെയും തമിഴ്നാട് ബോക്സ് ഓഫീസ് ബംഗളൂരു ബോക്സ് ഓഫീസ് പോലെ തന്നെ നാം ഉറ്റുനോക്കുകയാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ സാധ്യതയുള്ള അടുത്ത ഒരു മാസത്തിനിടയിലെ 3ാമത്തെ സിനിമ അത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ്. ഹൃദയം കോംബോയുടെ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം കോവിഡിന് ഇടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് പോലും 2.5 കോടിയോളം തമിഴ്നാട്ടിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് ഹൃദയം. ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം ഒരു തമിഴ് പശ്ചാത്തലത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമയാണ്. അപ്പോൾ ചിത്രത്തിനും അവിടെ സാധ്യതയുണ്ട്. അതും ഹൃദയത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് പോസിറ്റീവ് ലഭ്യമായാൽ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ഈ പറഞ്ഞ 3 മലയാളം സിനിമകളാണ് പോസിറ്റീവ് ലഭ്യമായാൽ തമിഴ്നാട്ടിൽ ഓളം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന 3 സിനിമകൾ. ഏറ്റവും കുറഞ്ഞത് 5 കോടിയെങ്കിലും ഫൈനൽ കളക്ഷൻ ഈ 3 സിനിമകളിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തിരിക്കൂ സിനിമകളുടെ വാർത്തകൾക്കായി.